ഗുഡ് ഈവനിങ് എവരി വൺ. എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കുറച്ച് എക്യുപ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഇതുവരെ നമ്മൾ പല ടൈപ്പിലുള്ള സിഗ്നലുകളെ പറ്റിയിട്ടും അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിഗ്നലുകളെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം, സിഗ്നലുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യേണ്ടതായിട്ട് വരും, അതിനുപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു ട്രയാങ്കിൾ സിഗ്നലാണ്. ഇതൊരു സൈൻ വേവ് സിഗ്നലാണ്, വിത്ത് നോയിസ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതൊരു സ്റ്റഡി ആയിട്ടുള്ള DC സിഗ്നലാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇതൊരു AC സിഗ്നലാണ്. ഇതൊരു പൾസേറ്റിംഗ് DC ആണ്. ഇത് ഫിൽറ്റർ ചെയ്തിട്ടുള്ള DC ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത് ഓൾറെഡി ഞാൻ മുൻപുള്ള വീഡിയോകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളെ പറ്റിയിട്ടും അനലോഗ് മൾട്ടിമീറ്ററുകളെ പറ്റിയിട്ടും. ആക്ച്വലി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവൈസ് കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുകൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. നമുക്കിവിടെ അറിയാം, ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. വോൾട്ടേജ് മെഷർ ചെയ്യാം, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം, മില്ലി ആംപിയർ മുതലായ കറണ്ടുകൾ മെഷർ ചെയ്യാം. അപ്പോൾ ഈ ഡിജിറ്റൽ മൾട്ടിമീറ്ററും അനലോഗ് മൾട്ടിമീറ്ററും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനലോഗ് മൾട്ടിമീറ്ററിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാം, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മെഷർ ചെയ്യാം. പക്ഷേ ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മെഷർ ചെയ്യേണ്ട ആ ഒരു വാല്യൂ അത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരും ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ. പക്ഷേ അനലോഗ് മൾട്ടിമീറ്ററിലാണെങ്കിൽ നമ്മൾ ആ പ്രോബ് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ നീഡിൽ കറസ്പോണ്ടിങ് വോൾട്ടേജിൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു നീഡിലിൻ്റെ താഴെയുള്ള മാർക്കിങ് നോക്കിയിട്ട് വേണം അതിൻ്റെ റീഡിങ് എത്രയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ കറുത്ത ഇതിൽ കാണിച്ചിരിക്കുന്നത് കൂടിയ വോൾട്ടേജിൻ്റെ ഇതാണ്. അതുപോലെ തന്നെ ചെറിയ ഇതിൽ കാണിച്ചിരിക്കുന്നത് കുറഞ്ഞ വോൾട്ടേജിൻ്റെ മെഷർമെൻ്റ് ആണ്. പിന്നെ AC വോൾട്ടേജ് 10 വരെയാണെങ്കിൽ ഈ ഒരു ചുമപ്പ് ഇതിലായിരിക്കും നോക്കേണ്ടത്. അപ്പം ആക്ച്വലി ഇതിൽ ഏത് മീറ്ററാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മീറ്ററാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ കഴിവിനനുസരിച്ചിട്ടായിരിക്കും അത് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുക. കാര്യം അതിന് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് ആക്യുറേറ്റ് മെഷർമെൻറ്റ് വേണ്ട കാര്യങ്ങളിൽ നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചില കമ്പോണൻറ്റുകൾ ഫോൾട്ടി ആണോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അനലോഗ് മൾട്ടിമീറ്ററുകളായിരിക്കും കൂടുതലായിട്ട് സഹായകമാവുക. അപ്പം അത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു AC സിഗ്നൽ ഉണ്ടെങ്കിൽ ആ AC സിഗ്നലിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഇതിൻ്റെ പീക്ക് ടു പീക്ക് വോൾട്ടേജ്, ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളായിക്കോട്ടെ അനലോഗ് മൾട്ടിമീറ്ററുകളായിക്കോട്ടെ ഒരു ACയുടെ RMS വോൾട്ടേജ് മാത്രമായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ ഇതൊരു 230 വോൾട്ട് AC ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 230 എന്ന് പറഞ്ഞ പീക്ക് വരെയുള്ള വോൾട്ടേജ് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരും. അതേസമയം ഇത് അനലോഗ് മൾട്ടിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ ഈ നീഡിൽ ജസ്റ്റ് മൂവ് ചെയ്ത് ആ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുകയുള്ളൂ. അതിൽ നിന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുത്തോണം അതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ DC സിഗ്നൽ എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് തന്നെയായിരിക്കും ഇതിന് കാണിച്ചു തരിക. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ വന്ന് കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കും. അതേസമയം അനലോഗ് മൾട്ടിമീറ്ററിൽ ആ നീഡിൽ ജസ്റ്റ് മൂവ് ചെയ്ത് കറസ്പോണ്ടിങ് ഇതിലേ നിൽക്കുകയുള്ളൂ. അത് മാത്രമല്ല AC മെഷർ ചെയ്യുകയാണെങ്കിൽ ആ നീഡിൽ മൂവ് ചെയ്ത് വന്നതിന് ശേഷം ചെറിയൊരു ഷെയ്ക്കിങ് അതിനുണ്ടാകും. അത് റെസൊണൻസും നോയ്സിൻ്റെ ഒക്കെ കാരണമാണ്. അപ്പം വോൾട്ടേജ് മെഷർമെൻറ്റ് കാര്യങ്ങൾക്ക്, ആക്യുറേറ്റ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർമെൻറ്റ് കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് ഫങ്ഷൻ ജനറേറ്ററുകളെ പറ്റിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഫങ്ഷൻ ജനറേറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പേരിൽ തന്നെയുണ്ട്, ഒത്തിരി ഫങ്ഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്യുപ്മെൻ്റ് ആണ് ഫങ്ഷൻ ജനറേറ്റർ. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിഗ്നൽ ജനറേറ്റേഴ്സ് ഉണ്ട്. അതായത്
നമുക്കിപ്പം AC സിഗ്നൽ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ DC സിഗ്നൽ, അല്ലെങ്കിൽ പൾസേറ്റിംഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ട് ഓരോ കറസ്പോണ്ടിങ് എക്യുപ്മെൻറ്റ്സുകളുണ്ട്. അപ്പം AC സിഗ്നൽ, അതായത് പ്യുവർ സൈൻ വേവ് ജനറേറ്റ് ചെയ്യുന്ന AC സിഗ്നലാണ് സിഗ്നൽ ജനറേറ്റർ എന്ന് പറയുന്നത്. ആ സിഗ്നൽ ജനറേറ്ററിനകത്ത് നമുക്ക് ആ ഒരു ജനറേറ്റ് ആകുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ആകുന്ന ഒരു AC സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വേരി ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പൾസ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പൾസ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ വേവ് സിഗ്നലുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എക്യുപ്മെൻ്റാണ് ഈ പൾസ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ടൊരു 555 IC നമുക്ക് വേണ്ട വിധത്തിൽ വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു പൾസ് ജനറേറ്ററായിട്ട് അല്ലെങ്കിൽ സ്ക്വയർ വേവ് ഓസിലേറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്ക്വയർ വേവ് ഓസിലേറ്ററുകൾക്കകത്ത് നമുക്ക് അല്ലെങ്കിൽ ഈ പൾസ് ജനറേറ്ററുകൾക്കകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ പൾസിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാം. AC സിഗ്നലിൻ്റെ കേസിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും മാത്രമാണ് മോഡിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ പൾസ് ജനറേറ്റർ, അതായത് DC സിഗ്നലിൻ്റെ അകത്ത് നമുക്ക് പൾസ് വിഡ്ത്തിനെ മോഡിഫൈ ചെയ്യാം, റിപ്പീറ്റേഷൻ റേറ്റിനെ മോഡിഫൈ ചെയ്യാം, ആംപ്ലിറ്റ്യൂഡിനെ മോഡിഫൈ ചെയ്യാം, പൊളാരിറ്റി, റൈസ് ടൈം, ഫോൾ ടൈം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു പൾസ് ജനറേറ്ററിനകത്ത് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സിഗ്നൽ ജനറേറ്ററും പൾസ് ജനറേറ്ററും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് ഫങ്ഷൻ ജനറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു എക്യുപ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റിനകത്ത് നമുക്ക് ഈ കാണുന്ന എല്ലാ സിഗ്നലുകളെയും തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കൺട്രോൾ പാനൽസുകളാണ് അല്ലെങ്കിൽ കൺട്രോൾ ബട്ടൺസ് ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ വേവ് ആണ്. അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ വേവ് ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3412 ഹെഡ്സ് ആണ്. അതായത് 3.412 കിലോ ഹെഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് സൈൻ വേവിലോട്ടോ ട്രയാങ്കിൾ വേവിലോട്ടോ സോ ടൂത്തിലോട്ടോ ഒക്കെ നമുക്ക് മാറ്റി സിഗ്നൽ ജനറേറ്റ് ചെയ്ത് ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിഗ്നൽ ജനറേറ്ററുകൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സന്ദർഭങ്ങളിലും റെഫറൻസ് സിഗ്നലുകൾ വേണ്ടതായിട്ട് വരും. അപ്പോൾ ആ റെഫറൻസ് സിഗ്നലുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല ട്രബിൾ ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ ഡിസൈനിങ് സമയത്ത് പല സിഗ്നലുകളുടെ ആവശ്യം ഉള്ളതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യം ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേണ്ട സിഗ്നലുകൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ജനറേറ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നുള്ളതാണ്. ആക്ച്വലി ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാനാണ്. അതായത് നമുക്കൊരു സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, ആ ഒരു സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, എന്തെങ്കിലും പ്രോസസ്സിന് ശേഷം അതായത് ആംപ്ലിഫിക്കേഷന് ശേഷം അല്ലെങ്കിൽ ഫിൽറ്ററിങ്ങിന് ശേഷം ആ ഒരു സിഗ്നലിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്യുപ്മെൻറ്റിൽ നിന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇത് ഏത് ടൈപ്പ് സിഗ്നലാണ്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സിഗ്നലുകൾ തന്നെയാണോ അതിനകത്ത് നിന്ന് നമുക്ക് നമ്മളുടെ ഔട്ട്പുട്ടിൽ വരുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്യുപ്മെൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ സിഗ്നൽ ഷേപ്പിന് എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനെ സിമ്പിളായിട്ട് CRO എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഇത് CRO എന്ന് പറയുന്നതിന് തന്നെ ഒരു കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കാഥോഡ് റേ ട്യൂബാണ്. പണ്ടത്തെ CRT ടെലിവിഷനുകളിൽ ഉപയോഗിച്ചിരുന്നത് പോലത്തെ കാഥോഡ് റേ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേയിൽ ഈ ഒരു ഡിസ്പ്ലേ നമ്മുടെ സിഗ്നലിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പാണ് ഇതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഫുൾ ഡിജിറ്റലാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോസസ്സിംഗ് ആണ് ഫുള്ളായിട്ട് നടക്കുന്നത്. ഇതിനകത്ത് അത്രയും ഡിജിറ്റൽ പ്രോസസ്സിങ് നടക്കുന്നതായിട്ട് ഉള്ള എക്യുപ്മെൻറ്റ് ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. ഇതാണ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇതിനകത്തും ഇതിൻ്റെ ഉപയോഗവും, ഇതിൻ്റെ അതേ ഉപയോഗം തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഡീകോഡ് ചെയ്തെടുക്കുന്നതിനും അല്ലെങ്കിൽ അനലൈസ് ചെയ്തെടുക്കുന്നതിനും ഒക്കെ ആയിട്ട് സാധിക്കും.
അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പം CROയും DSOയും നിങ്ങൾക്കിനി മാറിപ്പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പല പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവർക്കും ഈ CROയും DSOയും തമ്മിലുള്ള ഡിഫറൻസ് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റാതെയുള്ള പല സാഹചര്യങ്ങളും ഞാൻ എൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിനെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നത്. അപ്പോൾ CROയെ പറ്റിയും DSOയെ പറ്റിയും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ CRO അല്ലെങ്കിൽ DSO എന്ന് പറയുന്നത് സിഗ്നലിൻ്റെ ഷേപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിഗ്നൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മുതലായ കാര്യങ്ങളെല്ലാം വിഷ്വലായിട്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്പെക്ട്രം അനലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ്. ഈ സ്പെക്ട്രം അനലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സൈഡ് ബാൻഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ആ ഒരു ഫ്രീക്വൻസി വരുമ്പോഴത്തേക്കും അതിന് ഏതൊക്കെ സൈഡ് ബാൻഡ് ഫ്രീക്വൻസികൾ അതിൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് നമ്മൾക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക, ആ സിഗ്നലിൻ്റെ കൂടെ തന്നെ നോയ്സും മറ്റ് അനദർ സിഗ്നലുകളും ഒക്കെ കയറി വരും. നമ്മളൊരു ഫിൽറ്റർ ഉപയോഗിച്ചു. അങ്ങനെ ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫിൽറ്ററിൻ്റെ ഫംഗ്ഷൻ ആ ഫിൽറ്റർ ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്പെക്ട്രം അനലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ സ്പെക്ട്രം അനലൈസർ ഉപയോഗിച്ചുകൊണ്ട് ആ ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിലെ കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യും. അതിനുശേഷം ഇതേ സ്പെക്ട്രം അനലൈസർ യൂസ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസിയുടെ ഔട്ട്പുട്ടിലെ കാര്യങ്ങളും മെഷർ ചെയ്യും. അങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ സൈഡ് ബാൻഡുകളെല്ലാം മാക്സിമം പോയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഫിൽറ്ററിൻ്റെ വർക്കിംഗ് അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്പെക്ട്രം അനലൈസറിനെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഈ സ്പെക്ട്രം അനലൈസർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അത് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതിന് കുറച്ച് ഇമാജിനേഷൻസ് ഒക്കെ വേണം, എങ്കിൽ മാത്രമേ അത് കുറച്ചൊന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അതായത് ഒരു സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു AC സിഗ്നൽ, റൈറ്റ്? ഈ ഒരു AC സിഗ്നലിൽ ഈ വലത്തുവശത്തേക്ക് പോകുന്തോറും ടൈമാണ് നമ്മൾ സാധാരണയായിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്, അത് ഈ ഒരു സിഗ്നൽ ഇങ്ങനെ വരുന്നു, ആ ഒരു സിഗ്നലിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട് വശത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ റാ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ട്രയാങ്കിൾ പോലെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു സാധനത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് നോക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു സിഗ്നലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട്, ഈ വശത്ത് നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നതായിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും പീക്കിൽ കാണുന്ന ഒരു സിഗ്നലായിരിക്കും നമ്മുടെ ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെയുള്ള ഈ ഒരു സ്ക്രീനിൻ്റെ തൊട്ട് മുന്നിലായിട്ട്, അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പിലായിട്ട് വരുന്ന, അത് പക്ഷേ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ CROയിൽ കാണാൻ സാധിക്കില്ല, വരുന്ന ചെറിയ ബാൻഡുകളുണ്ട്, ചെറിയ ഫ്രീക്വൻസി സെക്ഷൻസ്. അതാണ് സൈഡ് ബാൻഡ് എന്ന് പറയുന്നത്. ഈ സൈഡ് ബാൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെക്ട്രം അനലൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു പീക്കിലുള്ള സിഗ്നലാണ് നമ്മളുടെ ഈ കാണുന്ന സിഗ്നൽ. ഇതിൻ്റെ മുൻവശത്തും പിൻവശത്തുമായിട്ടുള്ള ബാക്കിയുള്ള നോയിസ് സിഗ്നൽ അല്ലെങ്കിൽ സൈഡ് ബാങ്ക് സിഗ്നലുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ കപ്പാസിറ്ററുകളെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ കോൺഫിഗറേഷനിൽ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതായത് കപ്പാസിറ്ററുകൾ മെയിനായിട്ടും ഫിൽറ്ററിങ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്നുണ്ട്, ഡീകപ്ലിംഗ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്നുണ്ട്, കപ്ലിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കപ്പാസിറ്ററുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ടൈപ്പ് കപ്പാസിറ്ററുകളുണ്ട്. അപ്പം ഏതൊക്കെ കപ്പാസിറ്ററുകൾ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തിനാണ്, ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കുറേ വീഡിയോസ് ആയിരിക്കും ഇനി മുൻപോട്ട് വരാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.